നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ദേശമംഗലത്ത് മുത്തശ്ശനെ കൊച്ചുമകൻ വെട്ടിക്കൊലപ്പെടുത്തി. വാളേരിപ്പടി വീട്ടിൽ അയ്യപ്പനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചുമകൻ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലിക്കരയിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകളിൽ നിന്ന് 40 കിലോ കഞ്ചാവ് തൃശൂർ റൂറൽ ലഹരി വിരുദ്ധ സ്ക്വാഡും പുതുക്കാട് പോലീസും ചേർന്ന് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ണൂർ സ്വദേശി കൃഷ്ണദാസ്, കടലക്കുറിശി സ്വദേശി കൃഷ്ണപ്രസാദ് എന്നിവർ പിടിയിലായി. എരുമപ്പെട്ടി കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ മോഷണം. ചുറ്റമ്പലത്തിനുള്ളിലുള്ള ശ്രീകോവിലിന് മുന്നിലുള്ള ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ചിറക്കൽ കോട്ടം റോഡിൽ വീട് കുത്തിത്തുറന്ന് 20 പവൻ കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചിറക്കൽ കിടങ്ങാശ്ശേരി മൊയ്തീൻ ഷായുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. നമസ്കാര മണ്ഡപത്തിൽ നടക്കാറുള്ള ഇല്ലം നിറ പൂജക്കൊടിമര ചുവട്ടിലാണ് ഇത്തവണ നടത്തിയത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി പൂക്കോട്ടുകുളം വീട്ടിൽ സനാഹുള്ളയ്ക്കാണ് പരിക്കേറ്റത്. വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കരട് പട്ടിക പുതുക്കി. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 119 പേരാണ് കാണാമറയത്തുള്ളത്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഇട്ടിമാണി ആശുപത്രിക്ക് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. പാലയൂർ സ്വദേശി വാസുദേവനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞാണ് ഡ്രൈവർക്ക് പരിക്കേറ്റത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ആൽത്തറ സ്വദേശിനി ആദിത്യയ്ക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി കാലടി പഞ്ചവാദ്യ ആസ്വാദക സമിതിയുടെ സുവർണ മുദ്ര ലഭിച്ച മുണ്ടത്തിക്കോട് സന്തോഷിന് പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര വാദ്യ കലാകാരന്മാർ ആദരിച്ചു. കോമരം മാരാത്ത വാസുദേവൻ പൊന്നാട ചാർത്തി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ജീവനക്കാരുടെ നിറമാല ആഘോഷിച്ചു. തിമലയിൽ ചോറ്റാനിക്കര സുഭാഷ് മാരാരും, മദ്ദളത്തിൽ ഏരൂർ അരുൺ ദേവവാര്യരും, ഇടക്കയിൽ തിരുവല്ലുവാമല ഹരിയും, ഇലത്താളത്തിൽ മീറ്റ്ന രാമകൃഷ്ണനും, കൊമ്പിൽ വരവൂർ മണികണ്ഠനും പ്രമാണിമാരായി. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധിയൻ സൗന്ദര്യ വിചാരം എന്ന ഗ്രന്ഥത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതിയും പ്രഭാഷണവും സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന പരിപാടി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ മികച്ച മാധ്യമ പ്രവർത്തനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ കർഷക ഭാരതി നവമാധ്യമ പുരസ്കാരം വെള്ളിക്കുളങ്ങര സ്വദേശിനി പ്രിയങ്ക മേനോൻ ഏറ്റുവാങ്ങി. കർഷക ദിനത്തിൽ നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പുരസ്കാരം സമ്മാനിച്ചു. ശ്രീനാരായണ ഗുരുദേവ ജയന്തി സന്ദേശ വാഹന വിളംബര ജാഥയ്ക്ക് വടക്കാഞ്ചേരി SNDP യൂണിയൻ സെക്രട്ടറി TR രാജേഷിന്റെയും SNDP ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കലിന്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. യൂണിയൻ പ്രതിനിധി PA കുമാരൻ ഗുരുദേവന് പൂമാല ചാർത്തി. വയനാടിന്റെ അതിജീവനത്തിന് ഐക്യദാർഢ്യവുമായി യുവകലാസാഹിതി മാടക്കത്തറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താണിക്കുടം സെന്ററിൽ ക്യാൻവാസിൽ ചിത്രരചനയും നാടൻപാട്ടും അവതരിപ്പിച്ചു. താണിക്കുടം സെന്ററിൽ നടന്ന പരിപാടി യുവകലാസാഹിതി സംസ്ഥാന രക്ഷാധികാരി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ചിറ്റണ്ട സ്വദേശിയായ അഷ്റഫിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ തറക്കല്ലിടൽ നടന്നു. തറക്കല്ലിടൽ ചലച്ചിത്ര താരം നിയാസ് ബക്കർ നിർവഹിച്ചു. ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥി ഓപ്പൺ സ്റ്റേജ് നവീകരിച്ചു നൽകി. ആലിക്കര സ്വദേശിയും പ്രവാസിയുമായ മുഹമ്മദ് ഷാഫിയാണ് സ്കൂളിന് ഓപ്പൺ സ്റ്റേജ് നിർമ്മിച്ചു നൽകിയത്. ഒല്ലൂർ ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സൗജന്യ സ്പെഷ്യലിസ്റ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പിന് ചൊവ്വാഴ്ച തുടക്കമാകും. സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തലപ്പിള്ളി താലൂക്കിലെ റേഷൻ വ്യാപാരി അബ്ദുൾ ഗഫൂറിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ജില്ലാ സപ്ലൈ ഓഫീസറുടെ പ്രതികാര നടപടിക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. അടുത്ത മാസം 4-ന് റേഷൻ വ്യാപാരികൾ സപ്ലൈ ഓഫീസ് മാർച്ച് നടത്തുമെന്നും അസോസിയേഷൻ. ശ്രീനാരായണപുരം അഞ്ചാമ്പരത്തിയിൽ മോഷണം. അഞ്ചാമ്പരത്തി കരകുളത്ത് ജയരാജന്റെ ഉടമസ്ഥതയിലുള്ള ആലയിലാണ് ഇരുമ്പ് സാമഗ്രികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 100 കിലോയോളം തൂക്കമുള്ള ആട്ടക്കല്ല് മോഷണം പോയത്.
വരന്തരപ്പള്ളി കൂപ്പുതൊഴിലാളി യൂണിയൻ കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി പി.കെ. ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് തണ്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. വെങ്കിടം വടക്കേ കോഞ്ചിറ കോൾപടവിൽ കൃഷിപ്പണികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വെള്ളം വറ്റിക്കൽ തുടങ്ങി. സെപ്റ്റംബർ 6-ന് പടവിൽ ആദ്യ വിത്തിടൽ നടക്കും. തൃപ്രയാർ പാലത്തിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ സ്വദേശി ചള്ളിയിൽ വീട്ടിൽ 70 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. തൃശൂർ ജില്ലാ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ മണലൂർ ഏരിയ കൺവെൻഷൻ മുല്ലശ്ശേരിയിൽ നടന്നു. യൂണിയൻ ജില്ലാ ട്രഷറർ യു സതീഷ് കുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. SNDP എരുമപ്പെട്ടി ശാഖ നടത്തിവന്നിരുന്ന രാമായണ മാസാചരണം സമാപിച്ചു. അതിരുദ്ര മഹായജ്ഞത്തിൽ പങ്കെടുത്ത് യജുർവേദ പാരായണത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച് മഹോദയ സ്ഥാനം ലഭിച്ച വിനു ശാന്തിയെ സമാപന ചടങ്ങിൽ ആദരിച്ചു. വില്ലടം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്ര പാഠവും IT വിഭാഗവും ചേർന്നാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. തൃശൂർ വാദ്യ ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ അരിമ്പൂർ കൂട്ടാല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 10ഓളം കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു. തൃശൂർ പൂരം പ്രമാണി നിതിൻ മംഗലത്ത് അയ്യന്തോളിന്റെ ശിക്ഷണത്തിൽ പരിശീലിപ്പിച്ച മേള സംഘത്തിൽ 2 പെൺകുട്ടികളുടെ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമായി. ഒല്ലൂർ വിശുദ്ധ ഏവുപ്രാസ്യമ്മ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ഈ മാസം 29-ന് ആഘോഷിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 6:30-ന് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ തിരുനാൾ കൊടിയേറ്റം നിർവഹിക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.